ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഓണം സീരിയസ് ആയിട്ട് പുളിശ്ശേരി ഇല്ലെങ്കിൽ എന്താ അല്ലേ? അപ്പോൾ നമുക്ക് വെള്ളരിക്ക കൊണ്ട് ഒരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. കടായിൽ ഒരു 1/4 കപ്പ് വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റ് വേവിക്കുക. ഈ സമയം നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 കപ്പ് നാളികേരം ചിരകിയതോടെ ഇട്ട് കൊടുക്കുക. അതിന് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരിക. ഇതേപോലെ അരഞ്ഞു കിട്ടണം. ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അത് നമുക്ക് കട്ടയാക്കി ഇങ്ങനെ ഉടച്ചെടുത്തുകൊണ്ട് വരിക. ഇനി നമ്മൾ വെള്ളരിക്ക വെന്തോ നോക്കാം. നമ്മുടെ വെള്ളരിക്ക ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മിക്സി കഴുകി വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് മീഡിയത്തിലോട്ടാക്കുക. അതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, ചൂടായാൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ നല്ല ചൂടായി കിട്ടുക. ഇപ്പോൾ ഉപ്പ് എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 4-5 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ പുളിശ്ശേരിക്ക് ചെറിയ ഉള്ളി ഇടാറില്ല, പക്ഷേ ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ 2 വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. മൂത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എണ്ണയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 2 പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇങ്ങനെ താളിച്ച് നമ്മൾ കറിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല നമ്മൾ ഉലുവാപ്പൊടി ചേർക്കുന്നതാണ് കറിക്ക് പുളിശ്ശേരിക്ക് എപ്പോഴും നല്ലത് കേട്ടോ, മുഴുവനായിട്ട് ഉലുവ ഇടുന്നതിലും. മാത്രമല്ല പുളിശ്ശേരിക്ക് ഉലുവാപ്പൊടി ശകലം ഒന്ന് മുമ്പിട്ട് നിൽക്കണം. ഈ ഒരു അളവിൽ ചേർത്താൽ മതി. അധികമായാലും കഴിക്കും. ഈ ഒരു അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. ചിലർ കാളനും പുളിശ്ശേരിയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട്. കാളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൈര് ചേർത്ത് കുറുക്കി നല്ല ഹൈ ഫ്ലെയിമിൽ കുറുക്കിയാണ് എടുക്കുന്നത്. മാത്രമല്ല അതിലേക്ക് നമ്മൾ കുരുമുളക് ചേർത്ത വെള്ളം ചേർക്കുകയും ഒരു നാളികേരം അരച്ച് ചേർക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ പുളിശ്ശേരിക്ക് തൈര് ചൂടാകുക മാത്രമേ ചെയ്യാവൂ, തിളപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ അളവ് കുറച്ചേ നമ്മൾ ചേർക്കാം. നമ്മളൊരു 1/4 കപ്പ് നാളികേരമേ ചേർക്കാറുള്ളൂ. ഇത് ഒഴിച്ചു കൂട്ടാനാണ്. കുറുക്കുകാളൻ എന്ന് പറഞ്ഞാൽ തൊടുകറിയായിട്ട് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.